കെ.ടി. സ്വാലിഹിലേക്ക് പോകുമ്പോൾ സ്വാലിഹ, നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള വർഗീയ കൂട്ടുകെട്ട്. അത് കോൺഗ്രസുകാർ തന്നെ തുറന്നു പറഞ്ഞതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബി.ജെ.പി. സ്ഥാനാർത്ഥി മോഹൻ ജോർജ് കൂടി കോലി ബീച്ച് സഖ്യത്തിൻ്റെ അവിടെയുള്ള സാധ്യതകൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. അത് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതല്ല. പ്രത്യേകിച്ച് ഈ അന്തിമ വിധി വരാനിരിക്കുന്ന ദിവസത്തിൻ്റെ തൊട്ട് തലേ ദിവസം മോഹൻ ജോർജ് അത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതവിടെ സംഭവിച്ചു എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. ഏത് രീതിയിലായിരിക്കും അത് പ്രതിഫലിക്കുക UDF ക്യാമ്പിൽ? പ്രധാന കാരണം സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്ന തർക്കങ്ങൾ, പിന്നീട് വി പ്രകാശിൻ്റെ കുടുംബവുമായുള്ള അരിയാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിയുടെ ഏറ്റുമുട്ടൽ, അതോടൊപ്പം തന്നെ PV അൻവറിനെ മുന്നണിയിലെടുക്കാനുള്ള ഒരു ശ്രമം നടന്നു വന്നിരുന്നത് പിന്നീട് അത് ഇല്ലാതായി പോയത്. ഇങ്ങനെ മണ്ഡലത്തിൽ വലിയൊരു ആത്മവിശ്വാസക്കുറവ് തുടക്കം മുതൽ തന്നെ UDF ക്യാമ്പിൽ ഉണ്ടായിരുന്നു. ഇത് മറികടക്കാൻ അവർ ചെയ്തത് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സഹകരണമായിരുന്നു. നമുക്കറിയാം, ഏതാണ്ട് 2200-ൽ താഴെ കുടുംബങ്ങളാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ മണ്ഡലത്തിലുള്ളത് എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നത്. ഈ വോട്ടുകളെങ്കിലും സമാഹരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു സഹകരണം ഉണ്ടാകുന്നു. പക്ഷേ ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക്, ചർച്ചകൾക്കൊക്കെ കേരളം വേദിയാവുന്നു, നിലമ്പൂർ വേദിയാവുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പലതവണ ഇതുമായി ബന്ധപ്പെട്ട വലിയ ചോദ്യങ്ങൾ LDF നേതാക്കളൊക്കെ UDF നേതാക്കളോട് ചോദിക്കുന്നു. പക്ഷേ വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ, രാഷ്ട്രീയമായ ഒരു ഉത്തരം നൽകാൻ UDF നേതാക്കൾക്ക് സാധിച്ചിരുന്നില്ല. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ BJP സ്ഥാനാർത്ഥിയുടെ ഈ പരാമർശമൊക്കെ കാണേണ്ടത്. ആളുകൾ UDF സ്ഥാനാർത്ഥിക്ക്, അതായത് BJPക്ക് നമുക്കറിയാം 16,000-ഓളം വോട്ട്, 16,000-ൽ പരം വോട്ട് കെ സുരേന്ദ്രൻ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോൾ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 12,000 വോട്ട് അവർക്ക് ഇവിടെ ഈ മണ്ഡലത്തിൽ തന്നെ ഉണ്ട്, ബേസിക്കായി ഈ മണ്ഡലത്തിൽ ഉണ്ട് എന്നാണ് അവർ തന്നെ വിലയിരുത്തുന്നത്. പക്ഷേ അത് കിട്ടാൻ സാധ്യതയില്ല എന്നൊരു വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടാവുന്നു. ഏതാണ്ട് ഒരു 6,000-7,000 വോട്ട് മാത്രമായിരിക്കും BJPക്ക് കിട്ടുക എന്നൊരു വിലയിരുത്തലാണ് BJP നേതൃത്വം തന്നെ, അല്ലെങ്കിൽ NDA നേതൃത്വം തന്നെ നടത്തുന്നത്. പക്ഷേ ഈ വോട്ടുകൾ UDFിലേക്ക് പോയി എന്നൊരു വെളിപ്പെടുത്തലാണ് ഇന്നലെ മോഹൻ ജോർജ്, NDAയുടെ സ്ഥാനാർത്ഥി തന്നെ നടത്തുന്നത്. അതിൻ്റെ സാഹചര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ആത്മവിശ്വാസക്കുറവ്, ഇത്തരത്തിലുള്ള വർഗീയ കക്ഷികളുമായി, ജമാഅത്തെ ഇസ്ലാമിയുമായും BJPയുമായും ഒക്കെ ധാരണയിലെത്താൻ UDFനെ പ്രേരിപ്പിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ അതിനെയൊക്കെ മറികടക്കാൻ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും, അത്തരത്തിൽ വോട്ടുകൾ UDFിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും അതിനെ മറികടക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം ഇടതുമുന്നണിക്കുണ്ട്. അത് ഇടതുമുന്നണി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ വിഷയങ്ങളാണ്, ഇടതുമുന്നണി മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളാണ്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ അനുകൂലമായ സാഹചര്യം പ്രചാരണ ഘട്ടങ്ങളിലും പിന്നീടത് പോളിംഗിലുമെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തൽ LDF നേതൃത്വത്തിന് ഉണ്ട്. വിനിഷ.